നമസ്കാരം. പാകിസ്ഥാനിലെ കൊറ്റയിൽ ട്രെയിനിന് നേരെ വൻ ചാവേർ ആക്രമണം. 29 സൈനികർ കൊല്ലപ്പെട്ടു, 50 പേർക്ക് പരിക്കേറ്റു. സൈനികരും അവരുടെ കുടുംബാംഗങ്ങളുമായി സഞ്ചരിച്ച ട്രെയിനിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു. ചമൻ പട്ടകിലെ സിഗ്നലിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ചാവേറുകൾ നിർത്തിയിട്ടിരുന്നത്. ബലൂചിസ്ഥാനിൽ സൈനികരുമായി പോവുകയായിരുന്ന ട്രെയിനിനെ ലക്ഷ്യമിട്ടായിരുന്നു സ്ഫോടനമെന്നും കൊല്ലപ്പെട്ടവരിൽ സൈനികരും ഉൾപ്പെടുന്നതായി AFP റിപ്പോർട്ട് ചെയ്തു. ട്രെയിൻ ഒരു സിഗ്നൽ മറികടക്കുന്നതിനിടെ സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ കാർ ട്രെയിനിന്റെ ഒരു കോച്ചിലേക്ക് വന്നിടിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വൻ സ്ഫോടനമുണ്ടായത്. ആക്രമണത്തിന് ഇരയായവരിൽ ഭൂരിഭാഗവും സൈനികരും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. ചൊവ്വാഴ്ച ആരംഭിക്കാനിരിക്കുന്ന പെരുന്നാൾ ആഘോഷിക്കുന്നതിനായി യാത്ര തിരിച്ചവരായിരുന്നു ഇവരെന്ന് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ട്രെയിനിന്റെ 2 കോച്ചുകൾ തീപിടിക്കുകയും മറിയുകയും ചെയ്തു. ആളുകൾ രക്ഷപ്പെട്ടവരെ കണ്ടെത്താനായി അവശിഷ്ടങ്ങൾക്കിടയിലൂടെ കയറുന്നതും തകർന്നടിഞ്ഞ് വശത്തേക്ക് മറിഞ്ഞുകിടക്കുന്ന ട്രെയിൻ കോച്ചിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്ന ദൃശ്യങ്ങളിലുണ്ട്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം കൊച്ചിയിലെ സർക്കാർ ആശുപത്രികളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡോക്ടർമാരോടും മറ്റു മെഡിക്കൽ ജീവനക്കാരോടും ജോലിയിൽ തുടരാനാണ് നിർദ്ദേശം. സ്ഫോടനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായി ബലൂചിസ്ഥാൻ സർക്കാർ വക്താവ് ബാബർ യൂസഫ്സായി അറിയിച്ചു. സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ട്രെയിനിലുണ്ടായിരുന്നവരെ ബോഗികളിൽ നിന്ന് പുറത്തെടുത്തത്. ബോഗിയിൽ നിന്ന് രക്തത്തിൽ കുളിച്ച് ആളുകളെ നാട്ടുകാർ സ്ട്രെച്ചറുകളിൽ ചുമന്നു മാറ്റുന്നത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. റെയിൽവേ ട്രാക്കിൽ നിന്നും ഏകദേശം 25 മുതൽ 30 മീറ്റർ വരെ അകലെ പാർക്ക് ചെയ്തിരുന്ന നിരവധി കാറുകൾ പൂർണ്ണമായി കത്തിയമർന്നു. ഇവയ്ക്ക് സമീപം ഉണ്ടായിരുന്ന ഒരു ബഹുനില കെട്ടിടത്തിന്റെ ജനലുകളും തകർന്നു, ചുവരുകളും തകർന്ന അവസ്ഥയിലാണ്. കെട്ടിടത്തിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ബലൂച്ച് ലിബറേഷൻ ആർമി ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തു. BLAയുടെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് രാവിലെ കൊറ്റ കണ്ടോൺമെന്റിൽ നിന്നും അധിനിവേശ സേനയിലെ ഉദ്യോഗസ്ഥരെ കൊണ്ടുപോവുകയായിരുന്ന ട്രെയിനിനെ ലക്ഷ്യമാക്കി ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ചാവേർ വിഭാഗമായ മജീദ് ബ്രിഗേഡ് അതീവ ആസൂത്രിതമായ രീതിയിൽ ഒരു ചാവേർ ആക്രമണം നടത്തി. ഈ ഓപ്പറേഷന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുക്കുന്നുവെന്നാണ് BLAയുടെ പ്രസ്താവനയിൽ പറയുന്നത്. നാശനഷ്ടങ്ങളെക്കുറിച്ചും ജീവഹാനിയെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടെ ഈ ആക്രമണത്തെ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ഉടൻ തന്നെ മാധ്യമങ്ങൾക്കായി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ പുറത്തുവിടുമെന്നും കുറിപ്പിൽ കൂട്ടിച്ചേർത്തു. സുരക്ഷാ സേന സാധാരണയായി എപ്പോഴും നിലയുറപ്പിക്കാറുള്ള ഒരു പ്രദേശത്താണ് ഈ ആക്രമണം നടന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആക്രമണത്തെ അപലപിച്ചു. ഭീകരവാദികളുടെ ഇത്തരം ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തികൾക്ക് പാകിസ്ഥാനിലെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ തളർത്താൻ സാധിക്കില്ല. ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്ന ഞങ്ങളുടെ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം എക്സ് കുറിപ്പിൽ പറഞ്ഞു. സ്ഥിരം പ്രശ്നബാധിത മേഖലയായ ബലൂചിസ്ഥാന്റെ തലസ്ഥാനമാണ് കൊറ്റ. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ കഴിഞ്ഞ കുറേ നാളുകളായി സംഘർഷം നടക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വയംഭരണം, വിഭവ നിയന്ത്രണം, വികസനം എന്നിവ സംബന്ധിച്ച പരാതികൾ കാരണം പതിറ്റാണ്ടുകളായി കലാപം നടക്കുന്ന ഒരു പ്രവിശ്യയാണിത്. പാകിസ്ഥാൻ സുരക്ഷാ സേനകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം മുമ്പും BLA ഏറ്റെടുത്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഏറ്റവും വലിയതും ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ളതുമായ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ വിഘടനവാദി വിമതരും ഭരണകൂടവും തമ്മിലുള്ള സംഘർഷങ്ങളുടെ സ്ഥിരം വേദിയാണ്. ഒരാഴ്ച മുമ്പും ഇത്തരത്തിൽ ആക്രമണം നടന്നിരുന്നു. 9 പേർ മരിക്കുകയും 35ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തിരക്കേറിയ മാർക്കറ്റിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഓട്ടോറിക്ഷ പൊട്ടിത്തെറിച്ചായിരുന്നു ആ ആക്രമണം. അതേസമയം കഴിഞ്ഞ വർഷം കൊച്ചിയിൽ പാസഞ്ചർ ട്രെയിൻ ആയുധധാരികൾ ഹൈജാക്ക് ചെയ്യുകയും 400-ലേറെ ആളുകളെ ബന്ദികളാക്കുകയും ചെയ്ത സംഭവം പുറത്തു വന്നിരുന്നു. BLA പിന്നീട് ഈ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. 33 ഭീകരവാദികളെയും വകവരുത്തി യാത്രക്കാരെ സൈന്യം അന്ന് മോചിപ്പിച്ചിരുന്നു.